A single phase transformer 50 kVA. What is KVA? എന്താ KVA എന്ന് പറഞ്ഞാൽ എന്താ KVA? KVA എന്ന് പറഞ്ഞാൽ എന്താ? പവർ ആണല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് കിലോ വോൾട്ട് ആംപിയർ. അത് ഏത് നമുക്ക് പവർ AC പവർ നമുക്ക് മൂന്ന് രീതി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഈസ് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരന്റ് പവർ. ഓക്കെ, ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഒരു പവർ പ്ലാന്റ് ആക്റ്റീവ് പവർ VI cos phi വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ VI sin phi ആയിരിക്കും. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ VI ആയിരിക്കും, വോൾട്ടേജ് ഇൻടു കറന്റ്. അപ്പൊ ഇത് ഏത് പവർ ആണ്? ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് പറയുന്നത് എന്താ? കിലോ വോൾട്ട് ആംപിയർ. അതെ, ഈ വോൾട്ട് ആംപിയർ VI എന്ന് പറഞ്ഞാൽ വോൾട്ട് ആംപിയർ ആണ് ഇതിന്റെ യൂണിറ്റ്. അതിന്റെ കിലോ ഇത് 10⁻³ ആ ടേംസിൽ പറയുന്ന. സോ എപ്പോഴും ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് പറയുന്നത് KVA-ലാണ്, കിലോ വോൾട്ട് ആംപിയറിലാണ്. എന്തുകൊണ്ടാണ്? ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വൈ ട്രാൻസ്ഫോമർ ഈസ് റേറ്റഡ് ഇൻ KVA? അത് നമുക്ക് ലോസസ് പറയുമ്പോൾ അതിന്റെ ആൻസർ പറയാം. ഇപ്പം വൈവയ്ക്കായാലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിനായാലും ചോദിക്കും. വൈ ട്രാൻസ്ഫോമർ ഈസ് റേറ്റഡ് ഇൻ KVA? നമുക്കറിയാം, മോട്ടറൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഇത്ര കിലോ വാട്ട് മോട്ടർ 3.7 kW അല്ലെങ്കിൽ ഇത്ര HP അങ്ങനെയൊക്കെയാണ് മോട്ടറൊക്കെ നമ്മൾ റേറ്റിംഗ് പറയുന്നത്. പക്ഷെ ട്രാൻസ്ഫോമറും ഓൾട്ടർനേറ്റർ നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ല, AC ജനറേറ്റർ അടുത്ത സെമസ്റ്റർ ആണ്. സോ ട്രാൻസ്ഫോമർ റേറ്റ് ചെയ്യുന്നത് KVA-ലാണ്. എന്തുകൊണ്ടാണ് അത് KVA-ൽ റേറ്റ് ചെയ്യുന്നതിന് കാരണം? കിലോ വാട്ട് റേറ്റ് ചെയ്താൽ എന്താ പ്രശ്നം വരും, അല്ലെങ്കിൽ വാട്ട്സിൽ പറഞ്ഞാൽ എന്താ പ്രശ്നം വരും, അത് നമ്മൾ പഠിക്കും. ഇനിയിപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രയാണ്, എന്താ ഈ മൂന്ന് പവറിനെ എന്താ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? എന്താ ഈ മൂന്ന് പവറും തമ്മിലുള്ള വ്യത്യാസം? മൂന്നും AC പവർ അല്ലേ? മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ ഈ മൂന്ന് പവറും തമ്മിലുള്ള ഡിഫറൻസ്? ഈ മൂന്ന് പവറും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ വേണ്ടി നമ്മൾ മീൻസ് നേരത്തെ ഈ കൺസെപ്റ്റ് ഒക്കെ വന്നപ്പം തൊട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബിയർ ഗ്ലാസ് കൺസെപ്റ്റ്. വാട്ട് ഈസ് എ ബിയർ ഗ്ലാസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ബിയർ ഗ്ലാസ് കൺസെപ്റ്റ് എന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ സൽമാൻ? ഇല്ല. അപ്പം എന്ന് വെച്ചാല് ഒരു ബിയർ ഗ്ലാസ് ഇത്രയും പോർഷൻ ബിയർ ആണെങ്കിൽ ബാക്കി കുറെ പോർഷൻ എന്തായിരിക്കും? അതിന്റെ ബബിൾസ് ആയിരിക്കത്തില്ലേ? ആണോ? ഓക്കെ, അപ്പം ദാറ്റ് മീൻസ് ആ പോർഷനിലുള്ള ഗ്ലാസ് ഫില്ലാണോ എന്ന് ചോദിച്ചാൽ ഗ്ലാസ് ഫില്ലാണ്. പക്ഷേ അതിൽ ആക്ച്വലി സംഭവം ഇത്രയേ ഉള്ളൂ. ബാക്കി പോർഷൻസ് ഒക്കെ എന്താ? ബബിൾസ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് യാതൊരു യൂസും ഇല്ല. ഓക്കെ, സോ ഇതില് ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് ആക്റ്റീവ് പവർ. ബിയർ ഉള്ള സ്ഥലമാണ് ആക്റ്റീവ് പവർ. ദിസ് ഈസ് റിയാക്റ്റീവ് പവർ. ഇതിന്റെ രണ്ടിനും കൂടെ പറയുന്നതാണ് അപ്പാരന്റ് പവർ. മനസ്സിലായോ സംഭവം എന്താണ്? എന്താ ആക്റ്റീവ് പവർ, എന്താ റിയാക്റ്റീവ് പവർ, എന്താ അപ്പാരന്റ് പവർ എന്ന് മനസ്സിലായോ? ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ വർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പവർ ആണ് എന്താ? ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ, യൂസ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക, അതിനെ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുക. ഓക്കെ, അതൊക്കെയാണ് യൂസ്ഫുൾ വർക്ക്. അപ്പൊ യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന പവർ ആണ് ആക്റ്റീവ് പവർ. ഓക്കെ, ഇപ്പൊ ഈ ഗ്ലാസ്സിൽ ഇതെല്ലാം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഈ ബബിൾസ്, ദാറ്റ് ഈസ് എ റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? വല്ല കാര്യമുണ്ടോ അതുകൊണ്ട്? പക്ഷെ നമുക്ക് തോന്നും എന്താ? അത്രയും ഫിൽഡ് ആണെന്ന് നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു
അങ്ങനെ അത് കാണുമ്പോൾ ഒരു വിഷ്വലി അങ്ങനെ ഒരു ഇത് നമുക്ക് തരും. ഓക്കെ, പക്ഷേ നമുക്ക് അതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. അതാണ് എന്താ റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവറിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇൻഡക്ടർ കപ്പാസിറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു സർക്യൂട്ടിൽ ഇൻഡക്ടർ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അതൊരിക്കലും പവർ കൺസ്യൂം ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് പവർ ചേഞ്ച് ചെയ്യാം. ഇൻഡക്ടർ ആണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ, കപ്പാസിറ്റർ ആണെങ്കിൽ ഇലക്ട്രോ സ്റ്റാറ്റിക് ഫീൽഡിലൊക്കെ എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ദാറ്റ് ഈസ് എനർജി സ്റ്റോറേജ് എലമെന്റ്. അപ്പൊ ഈ കപ്പാസിറ്ററിനെ ഇൻഡക്ടറിനെ ഒക്കെ നമ്മൾ പറഞ്ഞ റിയാക്റ്റീവ് എലമെന്റ് ആണ്. അത് കൊടുക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവറാണ്. അത് യൂസ്ഫുൾ വർക്കൊന്നുമില്ല, പക്ഷെ ഒരു ബാലൻസിന് വേണ്ടി ഇവിടെ ചെയ്യുന്ന പോലെ ഒരു ബാലൻസ് കാണുമ്പോൾ, ഒരു വിഷ്വലി കാണുമ്പോൾ അത് ഫില്ലാണെന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്താ റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവറിന് വർക്ക് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ റിയാക്റ്റീവ് പവർ ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. കോമ്പൻസേഷൻ ഒക്കെ യൂസ് ചെയ്യും. അതൊക്കെ നിങ്ങൾ മീൻസ് വലിയ വലിയ സെമസ്റ്ററിലാകുമ്പോൾ 7-ലൊക്കെ ഡിവൈസസ് ഫ്ലെക്സിബിലിറ്റി ട്രാൻസ്മിഷൻ ഒക്കെ പഠിക്കും. കുറെ കോമ്പൻസേഷനും കുറെ കാര്യം ബാലൻസിന് വേണ്ടി യൂസ് ചെയ്യും റിയാക്റ്റീവ് പവർ. ഇത് രണ്ടിന്റെയും കൂടെ ഇതിന് ഒന്നിച്ച് പറയുന്ന പേരാണ് എന്താ സം എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം രണ്ടും രണ്ട് ഫേസിലൊക്കെയാണ്. അപ്പോൾ രണ്ടിനും കൂടെ എഫക്റ്റ് ആണ് എന്താ അപ്പാരന്റ് പവർ. ക്ലിയർ ആയോ എന്താ ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ അജ്മൽ? അജ്മൽ ലിയോൺ ഓക്കെ. സോ ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്താ സംഭവം. അപ്പം ട്രാൻസ്ഫോമർ ഈസ് ഓൾവേസ് റേറ്റഡ് ഇൻ KVA. ദാറ്റ് ഇസ് എ ഇമ്പോർട്ടന്റ് പോയിന്റ്. ട്രാൻസ്ഫോമർ എപ്പോഴും KVA ലാണ് റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയുന്ന പവർ പറയുന്നത്. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ലോസസ് പഠിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, എന്തുകൊണ്ട് ട്രാൻസ്ഫോമർ KVA റേറ്റ് ചെയ്യുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇത് ഭയങ്കര കോമൺ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പൊ നമുക്ക് വേണ്ടതൊന്നും അല്ലെ E2. എന്താ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുന്ന നോ ലോഡ് സെക്കൻഡറി വോൾട്ടേജ്. നോ ലോഡിലുള്ള സെക്കൻഡറി വോൾട്ടേജ് E2 കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. E2 is equal to എന്താ ഇക്വേഷൻ? E2 is equal to 4.44 F5m into N2. ഇവിടെ ഫ്ലെക്സ് തരാത്തത് കൊണ്ട് നമുക്കത് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫ്ലെക്സ് ഇല്ല. പിന്നെ നമുക്കുള്ള ട്രാൻസ്ഫർമേഷൻ റേഷ്യോ ആണ്. ദാറ്റ് ഈസ് E2 by E1 is equal to N2 by N1 equal to K. ഇതിൽ E2 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. E1 ഇല്ല, പക്ഷെ എന്തുണ്ട് നമ്മുടെ കയ്യില് V1 ഉണ്ട്. ഓക്കെ, പക്ഷെ V1 E1 എന്താണ് നമ്മൾ പറഞ്ഞ ഐഡിയൽ കേസിൽ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. അപ്പൊ E1 ന്റെ വാല്യൂ കൊടുക്കാം, N2 ന്റെ വാല്യൂ കൊടുക്കാം, N1 ന്റെ വാല്യൂ കൊടുക്കാം. സോ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് E2. പെട്ടെന്ന് കണ്ടുപിടിച്ചേ E2 ന്റെ വാല്യൂ. E2 ന്റെ വാല്യൂ സ്പീഡ് കണ്ടുപിടിച്ചേ. E2 ന്റെ വാല്യൂ സ്പീഡ് കണ്ടുപിടിച്ചേ. കണ്ടുപിടിച്ചോ? E2 ന്റെ വാല്യൂ എത്ര കിട്ടി? 1100. 1100 വോൾട്ട്. E2 equal to 1100 വോൾട്ട്. നമുക്ക് I1 ഉം I2 വേണം.
ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ കൊണ്ട് കൊടുത്താൽ കിട്ടുമായിരുന്നു, പക്ഷെ ഇല്ല. എങ്ങനെ കണ്ടുപിടിക്കും? I1 I2 എങ്ങനെ കിട്ടും പറഞ്ഞേ? എന്തെങ്കിലും വഴിയുണ്ടോ? ആലോചിച്ച് നോക്കിക്കേ. I1 I2 കണ്ടുപിടിക്കാൻ. അതിനാണ് ഈ KVA തന്നിരിക്കുന്നത്. ഈ KVA എന്നുള്ള 50 KVA അല്ലെങ്കിൽ 50,000 എന്നുള്ളത് പവർ ആണ്. ദാറ്റ് ഈസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. ദാറ്റ് ഈസ് V1 ഇൻറ്റു I1. V1 നമുക്കറിയാം. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? I1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഐഡിയൽ കേസ് ആണ്. സോ നമ്മൾ V1 E1 ഒക്കെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് എടുക്കുക. സോ I1 കിട്ടിക്കഴിഞ്ഞാൽ I1 by I2 is equal to N2 by N1. N2 അറിയാം, N1 അറിയാം, ഇവിടുന്ന് I1 കിട്ടും. I2ന്റെ വാല്യൂ പെട്ടെന്ന് കിട്ടും. സ്പീഡ് കണ്ടുപിടിച്ചേ. I1ന്റെ I2ന്റെ വാല്യൂ സ്പീഡ് കണ്ടുപിടിച്ചേ. പെട്ടെന്ന് വാല്യൂ പറഞ്ഞേ. I1ന്റെ I2ന്റെ വാല്യൂ. ആൻസർ പറഞ്ഞേ. ദേവിക ആൻസർ കിട്ടിയോ? 0.45 and 4.5. എത്ര കിട്ടി? I1ന്റെ വാല്യൂ 0.45 ആംപിയർ കിട്ടിയത്. I1. ബാക്കി ആർക്കെങ്കിലും കിട്ടിയോ? ബാക്കി ആർക്കെങ്കിലും? I1 50 KVA, ഒരു സീറോയും കൂടെ ഉണ്ട്. 50 KVA 50 3 സീറോ ഡിവൈഡ് ബൈ V1 എന്ന് പറഞ്ഞാൽ 11 3 സീറോ 4.55 ആംപിയർ. ഇവിടെ ഒരു സീറോയും കൂടെ ഉണ്ട്. 50 KVA, അപ്പൊ 50 × 10⁻⁵ 4.55 കിട്ടും. അതുകൊണ്ട് ഇവിടെ കൊണ്ട് കൊടുത്താൽ I2 എന്ന് പറഞ്ഞാൽ I1 N1 ഡിവൈഡ് ബൈ N2 വരും. അത്ര അതിന്റെ ആൻസർ എത്ര കിട്ടി? I2ന്റെ വാല്യൂ 45.45 ആംപിയർ. ബാക്കി ആരും ഇല്ലേ ആൻസർ പറയാന്? ആദിൽ കിട്ടിയോ ആൻസർ? ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. 100 KVA 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 100 KVA
100 kVA, 11,000 bar 400 volt, 11,000 bar 400 volt, 50 hertz, 50 hertz, single phase transformer, 50 hertz, single phase transformer, has a core of cross section, has a core of cross section of 10 centimeter into 10 centimeter. Core of cross section of 10 centimeter into 10 centimeter. Find number 1, the number of high voltage and low voltage turns per phase. High voltage and low voltage turns per phase. രണ്ടാമത്തത് the EMF per turn, the EMF per turn, the EMF per turn, if maximum core density, if maximum core density, if maximum core density is not to exceed 1.4 Tesla. The important question ആണ്. The EMF per turn, if maximum core density is not to exceed 1.4 Tesla. T. Tesla എന്ന് പറഞ്ഞാൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. That is a unit of Tesla. എന്തിന്റെ യൂണിറ്റാ? ടെസ്ല എന്തിന്റെ യൂണിറ്റാ ടെസ്ല? മാഗ്നറ്റൈസേഷൻ അല്ലല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് അല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് ടെസ്ല. ഫ്ലക്സ് ബിയുടെ യൂണിറ്റ് ആണ് ടെസ്ല. എന്താണ് മാഗ്നറ്റൈസേഷൻ യൂണിറ്റ്? എച്ച് ഈസ് ഈക്വൽ ടു ആംപെയർ ടേൺസ് പെർ മീറ്റർ ആണ് മാഗ്നറ്റൈസേഷന്റെ യൂണിറ്റ്. ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. 100 kVA റേറ്റിംഗ് നമുക്ക് ട്രാൻസ്ഫോർമർ തന്നിട്ടുണ്ട്. ഇനി 11,000 bar 400 volt ഇങ്ങനെ തന്നാൽ ഈ ഫസ്റ്റ് തരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാണ് ട്രാൻസ്ഫോർമറിന്റെ വോൾട്ടേജ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തരുന്നത് പ്രൈമറിയും രണ്ടാമത് തരുന്നത് സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കും. എപ്പോഴും അങ്ങനെയായിരിക്കും. ഓക്കെ, 11,000 bar 400 volt എന്ന് പറഞ്ഞാൽ ആദ്യം തരുന്ന വോൾട്ടേജ് പ്രൈമറി, രണ്ടാമത് തരുന്ന സെക്കൻഡറി ആയാണ് നമ്മൾ എടുക്കുക. നമുക്കൊരു ട്രാൻസ്ഫോർമർ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പൊ ലാബിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈമറി ഏത് സെക്കൻഡറി ഏത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ് പ്രൈമറി സൈഡ്, ലോഡ് കൊടുക്കുന്നതാണ് സെക്കൻഡറി സൈഡ്. ഇങ്ങനെയുള്ള പക്ഷേ യൂഷ്വലി പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുക. ആദ്യം തരുന്ന പ്രൈമറി, രണ്ടാമത് തരുന്ന സെക്കൻഡറി. 50 ഹെർട്സ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ. ഇതെന്ന് ഏരിയ എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ ആണ് കോറിന്റെ ഏരിയ ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് number of high voltage and low voltage turns per phase എന്ന് പറഞ്ഞാൽ N1 N2 ഇങ്ങനെ വലുതായിട്ട് എഴുതിയേക്കുന്നുള്ളൂ. number of turns of primary, number of turns of secondary ആണ് കണ്ടുപിടിക്കുന്നത്. then ആദ്യം നമുക്ക് അത് തുടങ്ങാം. primary secondary number of turns എങ്ങനെയാ കിട്ടുക നമുക്കറിയാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെയാ കിട്ടാന്ന്? കുറെ മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്രോബ്ലത്തിൽ കുറെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് കുറെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത വന്നിട്ട് the EMF per turn if the maximum core density is to not to exceed 1.4 Tesla എന്ന് പറഞ്ഞാൽ മാക്സിമം ബി മാക്സ് ആണ് വന്നിട്ടുള്ളത്.
മാക്സിമം ഡെൻസിറ്റി ആണ് ദാറ്റ് ഈസ് 1.4 ടെസ്ല. ഓക്കെ, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ആണ് 5 max per area. ഓക്കെ, B equal to 5/A നമ്മൾ പഠിച്ചിട്ടുള്ളതാ, വെബർ പെർ മീറ്റർ സ്ക്വയർ, അതാണ് ടെസ്ല. ഓക്കെ, അപ്പൊ ഇവിടെ Bmax ഉണ്ട്, ഏരിയ തന്നിട്ടുണ്ട് 10 centimeter into 10 centimeter, that is 10 into 10 raised to minus 2 into 10 into 10 raised to minus 2. അപ്പോൾ 10 raised to minus 2 meter square അല്ലേ? 10 raised to minus 2 meter square എന്നല്ലേ വരും. അപ്പൊ ഇവിടെ നമുക്ക് 5 max എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1.4 into 10 raised to minus 2 വെബർ ആണ് മാക്സിമം ഫ്ലക്സ് കിട്ടുക. ഓക്കെ, 1.4 into 10 raised to minus 2 വെബർ ആണ് മാക്സിമം ഫ്ലക്സ് കിട്ടുക. 5 max ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? EMF per turn, EMF കണ്ടുപിടിക്കാൻ പറ്റും. EMFന്റെ ഇക്വേഷൻ എന്താ? E1 is equal to, EMF വേണ്ട, EMF ഉണ്ടല്ലോ, അപ്പൊ E1 equal to 4.44 F 5m into N1 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. E1 is given 11,000 വോൾട്ടേജ് തന്നിട്ടുണ്ട്, which is equal to 4.44. Frequency is given as 50 Hertz. 5m is given as 1.4 into 10 raised to minus 2. N1 കണ്ടുപിടിക്കണം. ഇവിടുന്ന് നമുക്ക് N1 ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ E2 by E1 equal to E2 by E1 equal to N2 by N1 ആണ്. E2 ഉണ്ട്, E1 ഉണ്ട്, N1 ഇപ്പൊ കണ്ടുപിടിക്കും. അത് കിട്ടിയാൽ നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? N2 ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. പെട്ടെന്ന് N1 N2 കണ്ടുപിടിച്ച സ്പീഡിലുള്ള സമയം കളയാണ്ട് സ്പീഡിൽ N1 ന്റെ N2 ന്റെ വാല്യൂ പെട്ടെന്ന് N1 ന്റെ N2 ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആൻസർ കിട്ടിയ N1 ന്റെ N2 ന്റെ വാല്യൂ, N1 ന്റെ N2 ന്റെ വാല്യൂ കിട്ടിയോ? എത്ര കിട്ടി? N1 എത്ര കിട്ടി? N1 അല്ലെങ്കിൽ ആൻസർ പറഞ്ഞേ. N1 ന്റെ വാല്യൂ അർജുൻ? Yes.
എനിക്ക് 3 പോയിന്റ് 3 പോയിന്റോ? വേറെ ആരെങ്കിലും? ആദിൽ? N1 വാല്യൂ 339.25. 3539 ആണോ? 3540. 3539 പോയിന്റ് വരുന്നില്ലേ? അപ്പം 3539 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത അതിലോട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് അല്ലേ, നമ്പർ അല്ലേ. സോ N1 എന്നുള്ളത് നമുക്ക് N1 എന്നുള്ളത് 3540. N2 പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇതുപോലെ N2 3540 ആണ് N1 കിട്ടുക. 3540 ആണ് N1 കിട്ടുക. N2ന്റെ വാല്യൂ ആർക്കെങ്കിലും കിട്ടുമോ ദേവിക? N2ന്റെ വാല്യൂ 1287. 1287. 4 ഡിജിറ്റ് വരുമോ? 3 ഡിജിറ്റല്ലേ വരത്തുള്ളൂ. ബാക്കി ആർക്കെങ്കിലും? 128.7. 8.7. 129. എവിടെയെങ്കിലും ഒരു ഡിജിറ്റിന്റെ പ്രശ്നം വന്നിട്ടുണ്ടാകും കേട്ടോ. ദൈവം ചെക്ക് ചെയ്തോ. 129 ആയിരിക്കും N2 കിട്ടുക. 129 ആണ് N2ന്റെ വാല്യൂ. സോ N1ഉം N2 കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസും ലോ വോൾട്ടേജ് വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇത് നോക്കിയാൽ നമുക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു, നമ്പർ ഓഫ് ടേൺ വോൾട്ടേജ് കൂടുന്തോറും നമ്പർ ഓഫ് ടേൺസ് കൂടും. ഓക്കെ, കാരണം അത്രയും ഫ്ലെക്സ് അതുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പൊ അത്രയും ഫ്ലെക്സിനെ കട്ട് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യും. സോ N1 ആണ് ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസ്. N2 ആണ് ലോ വോൾട്ടേജ് വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും. ലോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. ഇത് ക്ലിയർ ആയോ? ഇനിയും സെക്കൻഡ് പാർട്ട് അവർ ചോദിച്ചേക്കുന്നത് EMF പെർ ടേൺ കണ്ടുപിടിക്കാനാണ്. നമ്മുടെ EMF ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പൊ EMF പെർ ടേൺ കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നവും ഇല്ല. പ്രൈമറിയിലാവുമ്പോൾ EMF പെർ ടേൺ E1/N1, സെക്കൻഡറിയിലാവുമ്പോൾ E2/N2. നമ്മുടെ E1 E2 ഉണ്ട്. ചെയ്താൽ നമ്പർ ഓഫ് EMF പെർ ടേൺ കിട്ടും. EMF പെർ ടേൺ. ഓക്കെ, E1ന്റെ വാല്യൂ എത്ര കിട്ടി? E1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 11,000 ആണ്. സോ 11,000 divided by N1 is 3540. ഇതുകൊണ്ട് ക്യാൻസൽ ആയി. 11,100 by 354 ഒരു 3 അടുപ്പിച്ച് വരും. 3 point something വരും EMF per turn. 3.1 വോൾട്ട് per turn. അടുത്തത് E2 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ E2 എത്ര വന്നിട്ടുള്ളത്? E2 400 ആണ്. സോ 400 divided by 129. 400 by 129 വരും 200. 129 into 3. അതും ഒരു 3.1 വരും വോൾട്ട് പെർ ടേൺ. 3.1 വോൾട്ട് പെർ ടേൺ വരും. കിട്ടിയോ ആൻസർ? നോക്കിക്കേ. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പ്രോബ്ലം ചെയ്യുന്നില്ല?
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് is ideal transformer. 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്സിന് ചോദിച്ചാൽ വാട്ട് ഈസ് ഐഡിയൽ ട്രാൻസ്ഫോമർ? 4 പോയിന്റ് ആണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചു എഴുതുന്നത്. ഞാൻ പറഞ്ഞു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ that is not practically existing transformer that we can use only for study purpose ന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. ഐഡിയൽ ട്രാൻസ്ഫോമറിൽ എന്ന് പറഞ്ഞാൽ ലോസസ് ഒന്നുമില്ല എന്നുവെച്ചാൽ ഐഡിയൽ ആണ്, ലോസസ് ഒന്നുമില്ല. ഇൻപുട്ട് പവർ തന്നെ ആയിരിക്കും, ഔട്ട്പുട്ട് കൊടുക്കുന്ന പവർ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്പർ 1, നോ വൈൻഡിങ് റെസിസ്റ്റൻസ്. നോ വൈൻഡിങ് റെസിസ്റ്റൻസ്. നമുക്കറിയാം കോപ്പർ വൈൻഡിങ്ങിനുള്ള ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ കോപ്പർ ആയിരിക്കും, സെക്കൻഡറി വൈൻഡിങ്ങും കോപ്പർ ആയിരിക്കും. ആ കോപ്പറിന് എന്തില്ല? റെസിസ്റ്റൻസ് ഒന്നുമില്ല. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇതെന്തായിരിക്കും? പ്യുവർ ഇൻഡക്ടർ ആയിരിക്കും. നമുക്കറിയാം കോയില് വൈൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും RL സർക്യൂട്ടാണ്. റെസിസ്റ്റൻസും ഉണ്ടാവും, ഇൻഡക്റ്റൻസും ഉണ്ടാവും, R ഉണ്ടാവും, L ഉണ്ടാവും. ഇവിടെ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇത് പ്യുവർലി ഇൻഡക്റ്റീവ് കോയിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈൻഡിങ് റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ഒരു സർക്യൂട്ട് ഇല്ല, എല്ലാത്തിലും ഒത്തിരി റെസിസ്റ്റൻസ് എങ്കിലും കാണും. അപ്പോൾ ഇത് ഐഡിയൽ കൺസെപ്റ്റ് തന്നെയാണ്. സെക്കൻഡ്, നോ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈമറിയിൽ ഒരു ഫ്ലെക്സ് ഉണ്ടാവും. പ്രൈമറി കൂടെ സപ്ലൈ കൊടുക്കുമ്പോൾ പ്രൈമറിയിൽ കറണ്ട് പാസ് ചെയ്ത് ഒരു ഫ്ലെക്സ് ഉണ്ടാവും. ഈ ഫ്ലെക്സ് ആണ് സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടന്ന അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറി വൈൻഡിങ്ങില്. ഐഡിയൽ കൺസെപ്റ്റില് പ്രൈമറിയിൽ എത്ര ഫ്ലെക്സ് ഉണ്ടാവുന്നു ആ കംപ്ലീറ്റ് അമൗണ്ടും സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യും. ഒരു ഫ്ലെക്സ് പോലും വഴിമാറി പോകില്ല. അത് നടക്കുന്ന കാര്യമാണ്. ഇതും ഒരു ഐഡിയൽ കൺസെപ്റ്റ് ആണ്. ഒട്ടും ഫ്ലെക്സ് പുറത്തോട്ട് പോകില്ല, ലീക്ക് ചെയ്യില്ല. പ്രൈമറിൽ ഉണ്ടാവുന്ന ഫ്ലെക്സ് അതുപോലെ സെക്കൻഡിലോട്ട് ലിങ്ക് ചെയ്യും. ദാറ്റ് ഈസ് നോ ലീക്കേജ് ഫ്ലെക്സ്. ക്ലിയർ ആയോ? 2 പോയിന്റ് മനസ്സിലായോ? ആ 2 പോയിന്റ് മനസ്സിലായോ? നിങ്ങളില്ലേ നിങ്ങളൊന്നും? Okay, so no leakage flux. That is the second point. No winding resistance, no leakage flux. മൂന്നാമത്തെ, no core loss. നമ്മൾ ലോസ് പറഞ്ഞില്ല ട്രാൻസ്ഫോമറിന്റെ, പറയും എന്നാലും കോർ നമുക്കറിയാം. ട്രാൻസ്ഫോമറിൽ 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഈസ് കോർ. കോർ ഈസ് മേഡ് അപ്പ് ഓഫ് അയൺ. അവിടെ ഒരു ലോസ് ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാല് വൈൻഡിങ് ആണ്. വൈൻഡിങ് ഈസ് മേഡ് അപ്പ് ഓഫ് കോപ്പർ. അപ്പം ഇവര് പറയുന്നത് അയൺ പാർട്ടിൽ ഒരു ലോസും ഉണ്ടാവുന്നില്ല. പക്ഷെ നമുക്കറിയാം അയൺ ആണെങ്കിൽ അവിടെ 2 ലോസ് ഉണ്ടാവും. അയൺ പാർട്ടിൽ ഉണ്ടാകുന്ന 2 ലോസിന്റെ പേരെന്തൊക്കെയാന്ന് പറഞ്ഞേ? അയൺ പാർട്ടിൽ ഉണ്ടാവുന്ന ലോസസ് ഏതൊക്കെയാണ്? അയണിൽ ഉണ്ടാവുന്ന ലോസ്, കോർ ലോസ് ഏതൊക്കെയാ? കോലോസ് 2 ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിസ്റ്റെറിസിസും എഡി കറന്റ് ആണോ? ഹിസ്റ്റെറിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ്, അതാണ് കോർ ലോസ്. ഇവിടെ അയൺ പാർട്ടിൽ ഉണ്ടാകുന്ന 2 ലോസ് തന്നെയാണ്, ഹിസ്റ്റെറിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ മെഷീൻസ് DC മെഷീൻസിൽ പഠിച്ചതാണ്. ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡിമാഗ്നറ്റൈസേഷൻ ആണ്. ഹിസ്റ്റെറിസിസ് ഉണ്ടാകുന്ന ലോസ് ആണ് ഹിസ്റ്റെറിസിസ് ലോസ്. ദെൻ എഡി കറന്റ് ലോസ് എന്ന് പറഞ്ഞാൽ അയൺ പാർട്ടിൽ ചെറിയ ഉണ്ടാകുന്ന സ്മോൾ കറന്റ്സ് ആണ് എഡി കറന്റ്സ്. അത് കോറിനെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ലോസ് ആണ് എഡി കറന്റ് ലോസ്. അപ്പൊ ഇവിടെ ഐഡിയൽ ആണ്. ഓക്കെ, അതുകൊണ്ട് ആ ലോസ് ഒന്നും ഉണ്ടാവില്ല. നോ കോർ ലോസ്. അടുത്ത ഫോർത്ത് വൺ, ഇൻഫിനിറ്റ് പെർമിയബിലിറ്റി ഓഫ് ദ കോർ. ഇൻഫിനിറ്റ് പെർമിയബിലിറ്റി ഓഫ് ദ കോർ. പെർമിയബിലിറ്റി എന്താ? ഈ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാലോ
പെർമിയബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള പെർമിയബിലിറ്റി. വാട്ട് ഈസ് പെർമിയബിലിറ്റി? മാഗ്നറ്റിക് ലൈൻസിനെ പാസ് ചെയ്യാനുള്ള എബിലിറ്റി ആണോ? അതാണ്. ദാറ്റ് ഈസ് എബിലിറ്റി ടു പാസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടില് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടൻസ് അതിന് സിമിലർ ആയിട്ടുള്ള ടേംസ് മാഗ്നറ്റിസത്തിൽ പറയുന്നതാണ് പെർമിയബിലിറ്റി. ദാറ്റ് ഈസ് എബിലിറ്റി ടു കണ്ടക്ട് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ കടത്തിവിടാനുള്ള കഴിവാണ് എന്ത്? പെർമിയബിലിറ്റി. അപ്പൊ ഇൻഫിനിറ്റ് പെർമിയബിലിറ്റി ആണ് പറഞ്ഞാൽ എന്താ? ഇവിടെ ഈ ട്രാൻസ്ഫോമർ, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ പെർമിയബിലിറ്റി ഭയങ്കര കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഫ്ലക്സ് ഒന്നും ലീക്ക് ചെയ്ത് പോവാത്തത് അവർ പറയുന്നത്. അപ്പൊ ഈ 4 പോയിന്റ് ആണ് പഠിക്കേണ്ടത്. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ 4 പോയിന്റ് ആണ് എഴുതേണ്ടത്. ആദ്യം വാട്ട് ഈസ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന്. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ലോസ് ഫ്രീ ട്രാൻസ്ഫോമർ ആണ്. That is not practically existing transformer. It has following characteristics like no winding resistance, no leakage flux, no core loss, infinite permeability of the core. Okay, clear ആയല്ലോ? 4 പോയിന്റ് നോട്ട് ചെയ്തോളൂ. 4 പോയിന്റ് എഴുതിയാൽ മതി ഐഡിയൽ ട്രാൻസ്ഫോമർ ചോദിച്ചാൽ. 3 കാര്യങ്ങളില്ല. 4ാമത്തെ കാര്യം ഉള്ളത് ഒരുപാടുമാണ്. ഫസ്റ്റ് 3 കാര്യങ്ങൾ എന്താ ഇല്ലാത്തത്? വൈൻഡിങ് റെസിസ്റ്റൻസ് ഇല്ല, ലീക്കേജ് ഫ്ലക്സ് ഇല്ല, കോർ ലോസ് ഇല്ല. പെർമിയബിലിറ്റി ഒരുപാട് ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ഇതാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിലബസ് നോക്കട്ടെ. ഐഡിയൽ ട്രാൻസ്ഫോമർ ഡോട്ട് കൺവെൻഷൻ അത് പഠിപ്പിക്കാം. മാഗ്നറ്റൈസിംഗ് കറന്റ്, ട്രാൻസ്മിഷൻ റേഷ്യോ, ഫേസ് ടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമറുടെ ഓപ്പറേഷൻസ് ആണ് പഠിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. അപ്പൊ ട്രാൻസ്ഫോമറുടെ ഓപ്പറേഷൻ നമ്മൾ പഠിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റഡി പർപ്പസിനുള്ള ഐഡിയൽ ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഓപ്പറേഷൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എടുക്കുന്നു, ലോഡ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? കറണ്ട് എങ്ങനെ, വോൾട്ടേജ് എങ്ങനെ? ഇപ്പം നമ്മൾ ഇലക്ട്രിക്കൽ ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ തന്നെ കറണ്ടിന്റെയും വോൾട്ടേജിന്റെ ഒക്കെ ചേഞ്ച് ആണ് പഠിക്കുന്നത്. ഇനി പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ ഐഡിയൽ ട്രാൻസ്ഫോമർ അങ്ങോട്ട് മാറ്റി വെക്കും. ആ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ സ്ഥലത്ത് നമ്മൾ ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ കൊണ്ടുവരും. ഓക്കെ, ആ ഐഡിയൽ ട്രാൻസ്ഫോമർ കൊടുത്ത പോലെ സപ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്? ഓക്കെ, അവിടുത്തെ വോൾട്ടേജ്, കറണ്ട് ഒക്കെ, ഫേസർ ഡയഗ്രം ഒക്കെ എങ്ങനെ വരും? നോ ലോഡില്ല. ഐഡിയൽ ട്രാൻസ്ഫോമർ നോ ലോഡിലല്ലേ നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിനെ നോ ലോഡ് എന്നുള്ളത് ഒരു ലോഡ് കൊടുത്ത് നോക്കും. അപ്പോഴെന്താണ് വേരിയേഷൻ, അപ്പോഴുള്ള അനാലിസിസ്, അതാണ് നമ്മൾ പഠിക്കുന്ന ഫ്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എടുക്കുകയാണ്, നോ ലോഡ് കണ്ടീഷൻ. സോ ഐഡിയൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്. Ideal transformer on no load. Okay, so this is an ideal transformer. Primary ഞാൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ആ സപ്ലൈ ആണ് VS. സെക്കൻഡറി ഞാൻ ലോഡ് ഒന്നും കൊടുത്തിട്ടില്ല, നോ ലോഡ്. നോ ലോഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്. ഓക്കെ, പ്രൈമറി സപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സപ്ലൈ കൊണ്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഞാൻ IM എന്ന് പേര്, IM. എന്തിനാ IM എന്ന് കൊടുത്തെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. IM എന്ന് പേര് കൊടുക്കുന്നു. ആ കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലെക്സ് ഉണ്ടാവുന്നു. ആ ഫ്ലെക്സ് കൊണ്ട് EMF ഉണ്ടാവും, ഇൻഡ്യൂസ് ചെയ്യും, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF E1. ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ ഉണ്ടാവുന്ന ഫ്ലെക്സ് മുഴുവൻ സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യും. അപ്പൊ ഉണ്ടാവും ഇവിടെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണ് E2. അപ്പൊ നമ്മൾ സാധാരണ പറഞ്ഞ E2 കൊണ്ടൊരു കറണ്ട് ഫ്ലോ ചെയ്യും ക്ലോസ് സർക്യൂട്ട് ആണെങ്കിൽ. ഇവിടെ ക്ലോസ് സർക്യൂട്ട് അല്ല, അതുകൊണ്ട് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് സെക്കൻഡറി കൂടെ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ഇതാണ് സർക്യൂട്ട് വരയ്ക്കാനുള്ളത്. ക്ലിയർ ആയോ? ഐഡിയൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് കണ്ടീഷൻ ആണ്. കോർ വരച്ചു, പ്രൈമറി വൈൻഡിംഗ് വരച്ചു, സെക്കൻഡറി വൈൻഡിംഗ് വരച്ചു. പ്രൈമറി സപ്ലൈ വോൾട്ടേജ് കൊടുത്തു. സപ്ലൈ വോൾട്ടേജ് കൊടുത്തപ്പോൾ ഒരു കറണ്ട് ക്ലോസ്ഡ് ആയി ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. ദാറ്റ് കറണ്ട് ഈസ് IM.
ഓക്കെ. അപ്പൊ ആ കറണ്ട് കൊണ്ടൊരു ഫ്ലെക്സ് ഉണ്ടാവും. ആ ഫ്ലെക്സ് കൊണ്ട് ഒരു EMF, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF പ്രൈമറിൽ ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് EMF is E1. Okay, that flex links with the secondary also. So there will be a mutually induced EMF in the secondary winding. That mutually induced EMF is E2. Since the secondary circuit is open, there will not be any secondary current. ഇത് വരച്ചെടുത്തോ, ഈ ഹെഡിങ് എഴുതി ഇത് വരച്ചെടുത്തോ. എഴുതോ, വേറെ ഒന്നും എഴുതണ്ട, ഹെഡിങ് എഴുതി ഇത് വരയ്ക്കാം. ഈ ട്രാൻസ്ഫോമർ അത്ര എളുപ്പമാണെന്ന് പറയാൻ അത്ര പെട്ടെന്ന് ഓർത്തിരിക്കത്തും എടുക്കും. മീൻസ് നിങ്ങൾക്ക് പിന്നെ എക്സാമിന് എഴുതാനും ഒക്കെ കുറച്ച് പാടാണ്. ഫേസർ ഡയഗ്രം ഒക്കെ ഇഷ്ടം പോലെ വരും. അപ്പോൾ അന്നു പഠിപ്പിക്കുന്ന പോർഷൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഠിച്ചില്ലെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോ നാളത്തെ ക്ലാസ്, ഇപ്പൊ നാളെ എടുക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, പിന്നെ അടുത്ത ആഴ്ച ഉള്ളെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഫേസർ ഡയഗ്രം ഒക്കെയാ പഠിപ്പിക്കാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല, പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ കുഴപ്പമല്ല, ഉറപ്പാണ്. അതുകൊണ്ട് ക്ലാസ് മിസ്സാക്കാതിരിക്കുക. ക്ലാസ്സിലുള്ള പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാടൊന്നും എഴുതിയെടുക്കാൻ പറയുന്നില്ല. എഴുതിയെടുക്കാൻ പറയുന്ന കാര്യങ്ങൾ എന്തായാലും എഴുതിയെടുക്കുക. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ ദിവസത്തെ നോട്ട്സ് ഒന്ന് മറിച്ച് നോക്കിയാൽ അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ അടുത്ത ദിവസം ചിലപ്പോൾ പഠിപ്പിക്കായിരിക്കും. അതുകൊണ്ടാണ് എഴുതി കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പം ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നേരത്തെ പറയാ, ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ആ ഫ്ലോ അങ്ങ് പോവും. അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവില്ല. ഇതിന്റെ ഇവിടെ തൊട്ടാണ് നമ്മൾ ശരിക്കും ഇതുവരെയുള്ള കുറച്ച് തിയറി പോർഷൻസ് രീതിയിലൊക്കെയായിരുന്നു. ഇനിയാണ് ശരിക്കും ട്രാൻസ്ഫോമർ അനാലിസിസ് ഒക്കെ തുടങ്ങുന്നത്. ഇവിടെ തൊട്ട് ഈ ഐഡിയൽ ട്രാൻസ്ഫോമർ നോ ലോഡ് തൊട്ട് തുടങ്ങുന്നത് നിൽക്കുന്നത് OCSC ടെസ്റ്റിലായിരിക്കും. അതുവരെ ഇങ്ങനെ ഫേസർ ഡയഗ്രാം കുറെ ഇക്വേഷൻസ് അത് ഇതൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ നല്ലപോലെ മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. സോ ഇനി ഫേസറിന്റെ ഓരോന്നിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഇനി ഇതിന്റെ ഫേസർ ഡയഗ്രാമിന്റെ അനാലിസിസ് ആണ്. ഇതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ അറിയാം. VS V1 is a supply voltage. IM ഞാൻ പറയാം, IM എന്താന്ന് ഞാൻ പറഞ്ഞതാണ്. IM is the magnetizing current. ഇവിടുത്തെ കറണ്ട് ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് കറണ്ട് ആണ്. എന്തുകൊണ്ടാണ് ഈ കറണ്ടിനെ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത്? ഈ കറണ്ടിന്റെ ജോലി ആകപ്പാടെ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സാധാരണ കറണ്ടിന്റെ ജോലി എന്താ നമുക്കറിയാം. ലോഡ് കൊടുക്കുമ്പോൾ ലോഡിനനുസരിച്ചാണ് കറണ്ട് സപ്ലൈ എടുക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനല്ലേ? നോ ലോഡ് ആകുമ്പോൾ കറണ്ട് കുറവായിരിക്കും, ലോഡ് കൂടുമ്പോൾ കറണ്ട് കൂടും ഒക്കെയാ. പക്ഷെ ഈ കേസിൽ ലോഡില്ല, ലോഡിനെ ഡ്രൈവ് ചെയ്യണ്ട, ലോഡില്ല. അതുപോലെ തന്നെ ഇതെന്താണ്, ലോഡ് ഇല്ലെങ്കിൽ തന്നെയും കറണ്ട് ബാക്കിയുള്ള എടുക്കുന്ന കറണ്ട് അവിടുത്തെ ലോസിനെ മീറ്റ് ചെയ്യാൻ എടുക്കും. ഇവിടെ വൈൻഡിങ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ കറണ്ട് കൊണ്ടൊരു ഡ്രോപ്പ് ഉണ്ട്, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ കോപ്പർ ലോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോപ്പർ ലോസ് ഇസ് ദ I square R loss. കറണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് എന്താ? കോപ്പർ ലോസ്.
ട്രാൻസ്ഫോമറിലും വൈൻഡിങ് ഉണ്ട്, കോപ്പർ ഉണ്ട്, അവിടെയും കോപ്പർ ലോസ് ഉണ്ടാവാം. പക്ഷേ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസ് നമ്മൾ പഠിച്ച സെക്കൻഡ് പോയിന്റ് ആണ്, അല്ല ഫസ്റ്റ് പോയിന്റ് ആണ്, there is no winding resistance. ബൈൻഡിങ് റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ, റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ അവിടെ കോപ്പർ ലോസ് ഇല്ല. അപ്പം ഇതിന് കോപ്പർ ലോസിനും ഒരു പാർട്ടും കൊടുക്കണം. അപ്പൊ ആകെ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ കൂടെ ഫ്ലോ ചെയ്ത് ഇൻപുട്ടിൽ നിന്ന് എടുക്കുന്ന കറണ്ടിന്റെ ഫംഗ്ഷൻ, ആകെയുള്ള ഫംഗ്ഷൻ ഇവിടുത്തെ കോറിനെ മാഗ്നറ്റൈസ് ചെയ്ത് കോറിന് ഫ്ലെക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് വേറൊരു പണി എന്ത് ചെയ്യുന്നില്ല, ഈ കറണ്ട് ചെയ്യുന്നില്ല. Okay, so its function is only to magnetize the core. So this current is called magnetizing current. ഈ കറണ്ട് പറയുന്ന പേരാണ് magnetizing current IM. ഈ magnetizing current പോകുമ്പോൾ ഒരു ഫ്ലക്സ് ഉണ്ടാവും. That flux is phi. Phi is a flux induced here. Phi is a flux produced here. Due to this phi, an EMF is induced. That is E1. E1 is the self-induced EMF and E2 is the mutually induced EMF. V1 is the supply voltage. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാലോ? എന്താ V1, എന്താണ് IM, എന്താണ് phi, E1 എന്താ, E2 എന്താ? ക്ലിയർ ആണോ ലിയോൺ? ക്ലിയർ ആണോ? ഓക്കെ, ഇനിയിപ്പോ ഞാൻ എന്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പോവാം. ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ എപ്പോഴും എനിക്ക് എന്ത് വേണം, ഒരു റെഫറൻസ് വേണം. ഇവിടെ ഞാൻ എടുക്കുന്ന റെഫറൻസ് ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ് ഫൈ ഈസ് ടേക്കൺ ആസ് ദ റെഫറൻസ്. ഇനി റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ റെഫറൻസിന് ബാക്കിയെല്ലാം വരച്ചു പോകുന്നത്. ഇനിയപ്പോ എനിക്ക് ഫൈ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് EMF induced E1 എന്ന് പറഞ്ഞാല് ഈക്വൽ ടു d∅dt ആണ്. E ഈക്വൽ ടു d∅dt ആണെന്ന് എനിക്കറിയാം, അല്ലേ? പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഇക്വേഷൻ, അങ്ങനെ നമ്മൾ EMF ഇക്വേഷൻ വരെ ഡിറൈവ് ചെയ്തെടുത്തത്. സോ E1 ഈക്വൽ ടു d∅dt ആണ്. ഫൈ വരെ ഫ്ലെക്സ് ആണ്. ഈ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? AC ഫ്ലെക്സ് ആണ്. സിനുസോയിഡൽ ഫ്ലെക്സ് ആണ്. നമ്മൾ ആദ്യം വരച്ചു. ഫൈ എന്ന് പറഞ്ഞാൽ സിനുസോയിഡൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ EMF ഇക്വേഷൻ ഒക്കെ എടുത്തത്. അപ്പൊ ഈ ഫൈ എനിക്ക് ഫൈ ഈക്വൽ ടു φm sin omega t എന്ന് എഴുതി കൂടെ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിലും ഇനി വരുന്ന എല്ലാ ഫേസ് ഡയഗ്രത്തിലും ഇതുള്ളതാണ്. അപ്പോഴും ഞാൻ ഇത് സ്റ്റെപ്സ് പറയത്തില്ല, ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കാം. ഫൈ ഈക്വൽ ടു φm sin omega t ആണ്. കാരണം ഇത് സിനുസോയിഡൽ ഫ്ലെക്സ് ആണ്. അപ്പൊ എനിക്ക് ഫൈക്ക് പകരം d/dt ഓഫ് ഒരു AC ക്വാണ്ടിറ്റിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? ഒരു AC ക്വാണ്ടിറ്റിനെ ഫൈ ഈക്വൽ ടു φm sin omega t അല്ലെങ്കിൽ v ഈക്വൽ ടു vm sin omega t, I ഈക്വൽ ടു im sin omega t. ഈ റെപ്രസെന്റേഷൻ നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇതിന് പറയുന്ന പേര്? AC quantities represent ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ആയിരുന്നു ഇത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ റെപ്രസെന്റേഷന് പറയുന്ന പേര്? This is instantaneous representation. Instantaneous representation. AC quantity മൂന്ന് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. One is called instantaneous value വെച്ച് റെപ്രസെന്റ് ചെയ്യാം, RMS വാല്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ആവറേജ് വാല്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇതിന് പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ആണ്. That is equal to angular displacement divided by time ആണ്. അപ്പോൾ ഒമേഗ ടി എന്ന് പറഞ്ഞാല് തീറ്റയാണ്. അപ്പൊ ഇവിടെ തീറ്റയുടെ വാല്യൂ മാറ്റിയാൽ തീറ്റ ഈക്വൽ ടു 0 ഒരു വാല്യൂ കിട്ടും, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയിൽ വേറൊരു വാല്യൂ കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സിന് ഡിഫറെന്റ് വാല്യൂസ് കിട്ടും. അങ്ങനെയാണ് ഈ വേവ് ഫോം സിനുസോയിഡൽ വേവ് ഫോം ആയിട്ട് വരുന്നത്. അറിയോ? ഓർമ്മയുണ്ടോ ഇതൊക്കെ? ഓർമ്മയുണ്ടോ? എവിടെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കണം, പറഞ്ഞുതരാം. Okay, so this representation is called instantaneous representation.
നമുക്ക് ഇതൊന്നുമല്ല, നമുക്ക് ഇത്രയും കാര്യം മതി. ഫൈക്ക് പകരം എനിക്ക് എന്തുകൊണ്ട് കൊടുക്കാം? ഫൈ എം സൈൻ ഒമേഗ ടി കൊടുക്കാം. എന്നത് ഫ്ലെക്സ് ഓൾട്ടർനേറ്റീവ് ഫ്ലെക്സ് ആയിരുന്നു. ഫൈ എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. That d by dt of sin omega t, derivative of sin omega t എന്തായിരിക്കും? Derivative of sin omega t is derivative of sin omega t, derivative of sin omega t minus cos omega t. minus cos omega t ആണോ cos omega t ആണോ? omega into cos omega t. Okay, integral ആണ് മൈനസ് വരുന്നത് അല്ലേ? ഡെറിവേറ്റീവ് sin omega t cos omega t ആണ്. ഡെറിവേറ്റീവ് cos omega t ആണ് മൈനസ് sin omega t അല്ലേ? ഒന്നുകൊണ്ട് നോക്കട്ടെ, ശരിയല്ലേ? ഞാൻ പറയുന്നതാണോ തെറ്റ്? ഡെറിവേറ്റീവ് sin omega t cos omega t ശരിയാണ് അല്ലേ? സോ E1 എന്ന് പറഞ്ഞാൽ phi 1 omega into cos omega t, which is equal to phi 1 omega into കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, phi 1 omega into cos omega t നെ എനിക്ക് sin omega t minus pi by 2 മാറും, minus 90. ഓക്കെ, E1 equal to phi 1 omega, phi 1 അല്ല phi m omega into sin omega t minus pi by 2. എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ എനിക്ക് ആദ്യം കിട്ടുന്ന ഫൈ ഈക്വൽ ടു, ഇനിയാണ് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൈ ഈക്വൽ ടു ഫൈ എം സൈൻ ഒമേഗ ടി. ഓക്കെ, E1 ഈക്വൽ ടു E1 ഈക്വൽ ടു, ഇത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഫൈ എം ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അപ്പൊ എനിക്ക് E1 വരയ്ക്കണമെങ്കിൽ, ഓക്കെ, E1 വരയ്ക്കണമെങ്കിൽ what is the phase difference അല്ലെങ്കിൽ phase relationship between E1 and phi? phi ഉം E1 തമ്മിലുള്ള phase relation എന്തായിരിക്കും? What is the phase relationship between phi and E1? phi ഉം E1 ഉം തമ്മിലുള്ള phase relation എന്തായിരിക്കും? phi ഉം E1 ഉം തമ്മിലുള്ള phase relationship എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഫൈയും E1 തമ്മിലുള്ള ഫേസ്, എങ്ങനെ ഈ ഫേസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഫേസ് റിലേഷൻഷിപ്പ് ഇത് നാളെ പഠിക്കാം. അതിന് മുമ്പ് ഫേസ് റിലേഷൻഷിപ്പ് ആർക്കും മറന്നുപോയെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. സോ V1 equal to Vm sin omega t, I1 equal to Im sin omega t minus pi. ഇവിടെ വോൾട്ടേജും കറണ്ട് തമ്മിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് എന്താ? ഇവിടെ വോൾട്ടേജും കറണ്ട് തമ്മിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് എന്താ? കാണാൻ പറ്റുന്നില്ലേ? വോൾട്ടേജും കറണ്ട് തമ്മിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് എന്താ? ലാഗ് പൈ ബൈ 2 ആണോ? ഫേസ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഒന്നും നോക്കണ്ട, ഈ സൈനുമായിട്ട് ചേർന്നുള്ള ടേം മാത്രം നോക്കുക. ഓക്കെ, ഇവിടെ സൈനുമായിട്ട് ചേർന്ന ഒമേഗ ടി ആണ്, ഇവിടെ സൈനുമായിട്ട് ചേർന്ന ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. സോ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഒമേഗ ടി ആണ്, ഇത് ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അപ്പം ഇവിടെ വോൾട്ടേജ് കറണ്ടിനെ എന്ത് ചെയ്യുന്നു? ലാഗ് ചെയ്യുന്നു, പൈ ബൈ 2 വെച്ച് ലാഗ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വോൾട്ടേജ് ഇങ്ങനെ വരച്ചാൽ, V1 വരച്ചാൽ കറണ്ട് എന്ത് ചെയ്യും? 90 ഡിഗ്രി, പൈ ബൈ 2 ഡിഗ്രി വോൾട്ടേജിനെ ലാഗ് ചെയ്യും. അങ്ങനെയായിരിക്കും എനിക്ക് കറണ്ട് വരയ്ക്കാൻ പറ്റുക. ഇതാണ് ഫേസ് റിലേഷൻഷിപ്പ്. ഫേസ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ സൈനിനോട് ചേർന്നുള്ള ടേംസ് മാത്രം നോക്കിയാൽ മതി, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനോട് ചേർന്നുള്ള ടേംസ് മാത്രം നോക്കിയാൽ മതി, മാഗ്നിറ്റ്യൂഡ് നോക്കുകയേ വേണ്ട. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഇവിടെ എന്താ ഫേസ് റിലേഷൻഷിപ്പ്? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 നമ്മളുടെ ഫേസ് റിലേഷൻഷിപ്പ് എന്താ? ഏതാ ലീഡിങ്, ഏതാ ലാഗിങ്? ലാഗിങ്.
E1 ലാഗ് ചെയ്യുന്നു അല്ലേ? ഇവിടെ ഒമേഗ ടി മൈനസ് 5/2 അല്ലേ? ഇവിടെ ഒമേഗ ടി ആണ്. അപ്പൊ ഫ്ലെക്സിനെ E1 π/2 ലാഗ് ചെയ്യുന്നു. ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നാളെ